ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചക്ക വറവാണ്. ചക്കയുടെ സീസണൊക്കെ അല്ലേ, അപ്പോൾ ചക്ക കിട്ടാനായിട്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ എങ്ങനെ ക്രിസ്പി ആയിട്ട് ചക്ക വറക്കാം അതാണ് നമ്മളിന്ന് നോക്കുന്നത് കേട്ടോ. ചക്കവറയെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവർക്കും കഴിക്കാൻ നല്ല ഇഷ്ടമുള്ള ഒരു വറവാണ്. കുഞ്ഞുങ്ങൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും അല്ലേ. അപ്പോൾ എനിക്കാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ചക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എങ്ങനെയാണ് ചക്ക വറവ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള ചക്കയുടെ ഒന്ന് ശരിപ്പെടുത്തി എടുക്കാം. ചക്ക ആദ്യം വെട്ടി കഷ്ണങ്ങളാക്കിയിട്ട് അതിൽ നിന്ന് നമുക്ക് ചവണിയും കുരിയൊക്കെ മാറ്റി ചോളകളാക്കിയിട്ട് ഇതുപോലെ എടുക്കാനായിട്ട് നോക്കാം. കണ്ടില്ലേ, ചവണിയും കുരിയൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി എടുത്ത് വെച്ചിട്ടുള്ള ഈ ചുളകളെ നമുക്ക് നീളത്തിൽ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ചക്ക വറവിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെയാണ് കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുക്കുന്നത്. നല്ല കട്ടിക്കല്ല, ഏകദേശം ഈ ഒരു വലുപ്പത്തിൽ കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു കനത്തിലും ഇങ്ങനെയാണ് അരിഞ്ഞെടുക്കുന്നത്. നമ്മുടെ ചക്കയുടെ ചുളയിലെ അതിൻ്റെ ഏതെങ്കിലും ഭാഗം ഇതുപോലെ കീറുകയും മുറിഞ്ഞു പോവുകയും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കഷ്ണങ്ങളാക്കി എടുക്കുമ്പോൾ ചക്ക വറവിന് ഒരു ഭംഗി ഉണ്ടാവില്ലേ, അത് കിട്ടുന്ന വരില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഭാഗത്തിൻ്റെ കുറച്ച് ഭാഗം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ഇതേപോലെ അരിഞ്ഞെടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഇതേ കണ്ടില്ലേ, ഞാൻ ഇതേപോലെയാണ് അരിഞ്ഞെടുക്കുന്നത്. കൂടുതൽ കട്ടിയിൽ അരിഞ്ഞെടുക്കണില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വറുത്തെടുക്കുമ്പോഴേ നല്ല കട്ടിയിൽ നമ്മൾ അരിഞ്ഞെടുക്കുമ്പോൾ അത് വറുത്ത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ ഈ ചക്കവറവ് തണുത്ത് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ അരിഞ്ഞെടുക്കാനായിട്ട് പറയുന്നത്. കൂടുതൽ കട്ടിയിൽ നമ്മളതിനെ അരിഞ്ഞെടുത്ത് വറുത്തെടുക്കുമ്പോൾ ആ ടൈമിൽ ചിലപ്പോൾ നല്ല പോലെ ക്രിസ്പിനെസ് ഉണ്ടാവും. പക്ഷെ നമ്മളത് കുപ്പിയിലൊക്കെ ആക്കിച്ച് കുറച്ച് ദിവസം ഇങ്ങനെ അടച്ചെടുത്ത് വെക്കില്ലേ, അപ്പോൾ പിന്നെ എടുത്ത് കഴിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ക്രിസ്പിനെസ് പോണ പോലെ തോന്നും, ഇച്ചിരി തണുത്തൊരു പ്രതീതി പോലെ തോന്നും. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ കൂടുതൽ കനത്തിൽ അരിഞ്ഞെടുക്കണ്ട എന്ന് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ അരിഞ്ഞെടുത്തതിന് ശേഷം നമുക്കിത് വറുക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഇത് ചക്ക വറുക്കാനായിട്ട് ഞാനൊരു ചീഞ്ചട്ടി അടുപ്പത്ത് വെക്കുന്നുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാനായിട്ട് നോക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുള്ള വെളിച്ചെണ്ണ നല്ല പോലെ തന്നെ ഒന്ന് ചൂടായി വരണം. അപ്പോൾ അതുവരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ചക്ക വറുക്കാനായിട്ട് വേണ്ടത് ഉപ്പ് വെള്ളമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം കണ്ടില്ലേ, ഇത്രയും വെള്ളമാണ് ഉള്ളത്. ഈ വെള്ളത്തിൽ നല്ല പോലെ ഉപ്പ് മുന്നിട്ട് നിൽക്കണം. നമ്മൾ ഈ ചക്ക വറുക്കുമ്പോൾ ഇടയിൽ കുറേശ്ശെ ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ എടുക്കണ ഈ വെള്ളത്തിൽ നല്ല പോലെ ഉപ്പ് വേണം കേട്ടോ, അതൊന്ന് ശ്രദ്ധിച്ചോളൂ. അപ്പോൾ അതേ ഉപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ വെളിച്ചെണ്ണയും ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു ടിപ്പ് പറഞ്ഞുതരാം. ഞാൻ ഒരു കഷ്ണം ചക്കച്ചോള അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല പോലെ ചൂടായിട്ടുണ്ടെങ്കിൽ ചക്കച്ചോള കണ്ടില്ലേ മുകളിലേക്ക് പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചക്ക വറവ് ഉണ്ടാക്കാനായിട്ട് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ചക്കച്ചോളയെല്ലാം ഇട്ട് കൊടുക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ അതേ ചക്ക അരിഞ്ഞതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടകം വെച്ചിട്ട് നമുക്ക് ഇത് തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ അതേ കണ്ടില്ലേ, വെളിച്ചെണ്ണയിൽ ഇങ്ങനെ നല്ല പോലെ പതയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇത് നല്ല പോലെ ഒന്ന് മൊരിഞ്ഞ് വരണം, നല്ല ഇങ്ങനെ മൊരി ആ സൗണ്ട് വരണം. അതുവരെ നമുക്ക് ഇത് തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതേ ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഈ വെളിച്ചെണ്ണയിൽ നല്ല പോലെ പതയുണ്ടായിരുന്നു, അതിപ്പോൾ ഇല്ല. അതുപോലെ തന്നെ ഈ ടൈമിൽ ഇങ്ങനെ പാതയിരുന്നില്ലാണ്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ ഒരു മുരുമുര സൗണ്ട് വന്ന് തുടങ്ങും. ആ ടൈമിൽ വേണം നമുക്കിതിലേക്ക് ഉപ്പുവെള്ളം ചേർക്കാനായിട്ട്. അപ്പം ഞാനിതിലേക്ക് ഉപ്പുവെള്ളം ചേർക്കാനായിട്ട് നോക്കുകയാണ് കേട്ടോ. ഞാനിപ്പോൾ ഒരു കയ്യിൽ വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഉപ്പുവെള്ളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല പോലെ സൗണ്ടൊക്കെ ഉണ്ടാവും. കണ്ടില്ല, ഇതുപോലെ ഒന്ന് പതഞ്ഞ് വരികയൊക്കെ ചെയ്യും. പേടിക്കുന്ന കാര്യമൊന്നുമില്ല. അപ്പോൾ അതൊക്കെ പോയി കിട്ടും. ഉപ്പുവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ചക്കവറവിന് ഉണ്ടായിരുന്ന ആ മുരുമുര സൗണ്ട് എല്ലാം മാറിയിട്ടുണ്ടാവും. ഒരു 5 മിനിറ്റ് തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കുക. കാണുന്നില്ലേ, ഈ പതമൊക്കെ മാറി വരണം. അപ്പോൾ കറക്റ്റ് വീണ്ടും ആ മുരുമുര സൗണ്ട് വരും. അപ്പോഴേ നമ്മൾ ഇത് എടുക്കാനായിട്ട് പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതേ കണ്ടില്ലേ, 5 മിനിറ്റിന് ശേഷം നമ്മൾ ഉപ്പുവെള്ളം ഒഴിച്ച് കൊടുത്തപ്പോൾ വന്നിട്ടുള്ള പതി മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് ഇത് വെളിച്ചെണ്ണയിൽ നിന്ന് കോരിയെടുക്കാനായിട്ട് നോക്കാം. ഇനി നമുക്ക് അടുത്ത ട്രിപ്പ് ചക്ക വറവിനുള്ളത് വറുക്കാനായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ.
നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ചക്കര ഇത് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ കണ്ടില്ലേ ഇതിങ്ങനെ പതഞ്ഞ് വരും. ഇതിങ്ങനെ മുരിഞ്ഞ് വരുമ്പോൾ തന്നെ ആ പതൊക്കെ മാറി വരുള്ളൂ. ഇട്ട് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂസ്ലി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതേ കണ്ടില്ലേ ഇപ്പോൾ ആ പതൊക്കെ പോയിട്ടുണ്ട്. ചക്ക വറവ് ഒരു മുരുമുരാ സൗണ്ട് വന്നു തുടങ്ങിയിട്ടുണ്ടാവും. ഈ ടൈമിൽ വേണം നമ്മളിതിലേക്ക് ഉപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ വീണ്ടും ഇതിലേക്ക് ഒരു കയ്യിൽ ഉപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കാനായിട്ട് നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഉപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് നോക്കുകയാണ് കേട്ടോ. ഉപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇത് വീണ്ടും ഒന്ന് പതഞ്ഞ് വരും. അതുപോലെ തന്നെ ആ മുരുമുരാന്നായിട്ടുള്ള ചക്ക വറവ് ഒന്ന് തളർന്ന പോലെയാവും. അപ്പോൾ ഒരു 5 മിനിറ്റ് വീണ്ടും ഇതിൽ കിടന്ന് സെറ്റായി വരണം. എന്താ വെച്ച് കഴിഞ്ഞാൽ ആ പതൊക്കെ മാറി വീണ്ടും ആദ്യം കണ്ടില്ലേ ആ പതൊക്കെ മാറി വീണ്ടും മുരുമുരാ സൗണ്ട് വരും. ആ ടൈമിൽ നമ്മൾ ഇത് വെളിച്ചെണ്ണയിൽ നിന്ന് എടുക്കാനായിട്ട് പാടുള്ളൂ. അത് നന്നായി ശ്രദ്ധിച്ചോളൂ കേട്ടോ. അതുവരെ നമുക്ക് തുടർച്ചയായിട്ട് ഇതേപോലെ ഇളക്കി കൊടുത്തുകൊണ്ട് നിൽക്കാം. അപ്പോൾ ഇതേ കണ്ടില്ലേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിലത്തെ പതൊക്കെ മാറി വന്നിട്ടുണ്ട്. നല്ല പോലെ മുരുമുരാ സൗണ്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെളിച്ചെണ്ണയിൽ നിന്ന് കോരിയെടുക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ചക്കവറവ് ഇവിടെ ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കി നോക്കണം. നല്ല മുരുമുരാന്നിരിക്കുന്ന ചക്കവറവാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ വരുന്ന ഓൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ ചക്കയുടെ സീസണൊക്കെയാണ്. ചക്ക കിട്ടുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നല്ല കനം കുറഞ്ഞ് അരിഞ്ഞെടുക്കുക, എന്നിട്ടത് വറുത്തെടുക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കുറേ നാളിങ്ങനെ മുരുമുരാന്നിരിക്കും. അപ്പോൾ എല്ലാവരും ചക്ക കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.